പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. ഉപ്പുകൂറ്റൻ ചിന്തിക്കുകയായിരുന്നു. പുലയനും പറയനും ചെറുമനും മനുഷ്യനായി ജീവിക്കുന്ന കാലം എന്നാണ് വരാൻ പോകുന്നത്? അവരുടെ പട്ടിണി എന്നാണ് അവസാനിക്കാൻ പോകുന്നത്? ഒരു കാലം വരും, അത് കാണാൻ ഉപ്പുകൂറ്റനുണ്ടാവില്ല, നാവൂട്ടി ഉണ്ടാവില്ല. എങ്കിലും അങ്ങനെ ഒരു കാലം വരും, തീർച്ച. ഉപ്പുകൂറ്റൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരി നാവൂട്ടിയുടെ പാട്ടുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ശരി, ഉപ്പുകൂറ്റൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. പഞ്ചമിയെയും വരരുചിയെയും നിങ്ങൾ മറന്നോ? മറക്കാൻ പാടില്ല. കാരണം പറയിപെറ്റ പന്തിരുകുലത്തിന് ജന്മം നൽകിയത് അവരാണ്. വരരുചിയെയും പഞ്ചമിയെയും വാർദ്ധക്യം ബാധിച്ചു. വരരുചിയുടെ മുഖത്ത് ചുളിവുകൾ, താടി നീണ്ടു വളർന്നിരിക്കുന്നു, പാറിപ്പറക്കുന്ന നരച്ച തലമുടി, ശുഷ്കിച്ച ശരീരം. അത്യധികം ക്ഷീണിതനായിട്ടുണ്ട് അദ്ദേഹം. സദാ ചിന്തയിലാണ്ട മുഖഭാവം. പഞ്ചമിയും ആളാകെ മാറി. വാർദ്ധക്യം അവളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. വായില്ല കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ച പറമ്പിൽ അവർ എത്തിയിരിക്കുകയാണ്. ആ കൽത്തറയുടെ സ്ഥാനത്ത് ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിനു മുന്നിൽ ഒരു ചെറിയ ആലും വലിയ ആൽത്തറയും. രണ്ടുപേരും ആൽത്തറയിലിരുന്നു. വരരുചി ചുറ്റും നോക്കി. അദ്ദേഹത്തിൽ നിന്നും നിശ്വാസങ്ങൾ ഉയർന്നു. എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്? എന്നോട് പറയൂ. പഞ്ചമി ഭർത്താവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പഞ്ചമി, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നു. എനിക്കിനി ജീവിതം അധികമില്ല. 1 or 2 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മരിക്കും. നീ ഒറ്റയ്ക്കാകും. വരരുചിയുടെ തൊണ്ടയിൽ നിന്നും ഗദ്ഗദത്തിൽ പൊതിഞ്ഞ വാക്കുകൾ ഉതിർന്നു വീണു. അങ്ങനെ പറയരുതേ. അങ്ങ് മരിക്കുന്ന അതേ നിമിഷം എനിക്കും മരിക്കണം. നമുക്കൊന്നിച്ച് മരിക്കണം. എനിക്ക് വരം തരൂ. അതിനുള്ള വരം തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഞ്ചമി അപേക്ഷിച്ചു. വരരുചി എഴുന്നേറ്റ് നിന്നു. കരയാൻ വേണ്ടി മാത്രം ജനിച്ച ഭാര്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം നിന്നു. പാദങ്ങളും കൈകളും വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടു വിറച്ചു. അദ്ദേഹത്തിൻ്റെ വലം കൈ പഞ്ചമിയുടെ ശിരസിലമർന്നു. ആ നിമിഷം അദ്ദേഹം കണ്ണടച്ചു നിന്നു. പഞ്ചമി, എന്താ? നീ 12 പ്രസവിച്ചു. ഒരു സന്തതിയെങ്കിലും വളർത്താനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ല. ഞാനാണതിന് കാരണക്കാരൻ. ഞാൻ മാത്രമാണ് കാരണക്കാരൻ. നീ എനിക്ക് മാപ്പ് തരില്ലേ പഞ്ചമി? പഞ്ചമി ഭർത്താവിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവളുടെ മനസ്സിൽ ഒരു കടലിരമ്പി. ഞാൻ അബലയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ കൂടുതൽ അബലയാക്കി. പഞ്ചമി വാവിട്ട് കരഞ്ഞു. പഞ്ചമി, എൻ്റെ 12 മക്കളെ. പഞ്ചമി ഉള്ളിൽ തട്ടി വിളിച്ചു. ഒരമ്മയുടെ വിളി. ആ വിളി 12 മക്കളും കേൾക്കുന്നുണ്ടായിരിക്കുമോ? കരയാതിരിക്കൂ പഞ്ചമി. എല്ലാം വിധിയുടെ വിളയാട്ടമായി കരുതൂ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.